നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് അടച്ചുപൂട്ടാൻ ചാലക്കുടി നഗരസഭാ കൌൺസിലിന്റെ തീരുമാനം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച സ്ഥാപനത്തിന് പ്രവർത്തനാനുമതി നൽകിയത് ക്രമവിരുദ്ധമായാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കൈവശ അവകാശ രേഖയും ലൈസൻസും റദ്ദാക്കാൻ ഇന്ന് ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായത്. ഐകകണ്ഠേനയാണ് കൌൺസിൽ തീരുമാനം പാസാക്കിയത്. ഡി സിനിമാസ് നിർമ്മാണത്തിനായി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചെന്നും പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്നുമുള്ള ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന മുൻ നഗരസഭാ കൌൺസിൽ ശുപാർശ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വിഷയം ചർച്ച ചെയ്യാൻ മാത്രമായി അടിയന്തര യോഗം വിളിച്ചത്. ക്രമക്കേട് നടന്നത് തങ്ങളുടെ കാലത്തല്ല എന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വാദിച്ചെങ്കിലും ചട്ടങ്ങൾ മറികടന്നാണ് നിർമ്മാണമെന്ന് അംഗങ്ങൾ സമ്മതിച്ചു. അഴിമതിയും ക്രമക്കേടുമുണ്ടെന്ന ഇരുവിഭാഗങ്ങളും സ്ഥിരീകരിച്ചതോടെ തിയേറ്ററിന്റെ ലൈസൻസും ഓക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റും റദ്ദാക്കണമെന്ന് LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ അംഗങ്ങളും ഇക്കാര്യത്തോട് യോജിച്ചതോടെ ഏകകണ്ഠേന തീരുമാനം പാസായി. നമ്മുടെ ഡി സിനിമാസിന് നൽകിയ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൌൺസിൽ യോഗം റദ്ദ് ചെയ്യാനാണ് ഈ കൌൺസിൽ യോഗം തീരുമാനിച്ചത്. തീർച്ചയായും ഈ ലൈസൻസും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ തിയേറ്ററിൽ ഇനി ലൈസൻസും കൊടുക്കാൻ സാധിക്കില്ല. പ്രവർത്തനാനുമതി ലഭ്യമായ കാലയളവിലെ നഗരസഭാ ചെയർമാനും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ VO പൈലപ്പൻ മുൻ ഭരണസമിതിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. ഇത് ബഹളത്തിനിടയാക്കി. നഗരത്തിലെ മറ്റൊരു സ്വകാര്യ തിയേറ്ററിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട അഴിമതിയുണ്ടെന്ന ആരോപണങ്ങളും കൌൺസിലിൽ ഏറ്റുമുട്ടലിന് വഴിയൊരുക്കി. വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാൽ ഇത് കഴിയും വരെ പ്രവർത്തനാനുമതി നൽകാനാവില്ലെന്നും തിയേറ്റർ അടച്ചുപൂട്ടണമെന്നും ചൂണ്ടിക്കാട്ടി മാനേജർക്ക് നഗരസഭ നോട്ടീസ് നൽകും. നാളെ മുതൽ ഡി സിനിമാസിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് നിർദ്ദേശിക്കുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഞ്ജുവിന് മുൻപ് ദിലീപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നുവെന്ന സംശയം. പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു. അടുത്ത ബന്ധുവിനെയാണ് ദിലീപ് വിവാഹം ചെയ്തതെന്നും ആ പെൺകുട്ടി നിലവിൽ വിദേശത്തെന്നും പോലീസിന് സൂചന ലഭിച്ചു. മഞ്ജു വാര്യരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചതായാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പാണ് ഈ വിവാഹം നടന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. ദിലീപിന്റെ അടുത്ത ബന്ധുവായിരുന്നു പെൺകുട്ടി. ആലുവ ദേശം സബ് രജിസ്ട്രാർ ഓഫീസിലായിരുന്നു വിവാഹ രജിസ്ട്രേഷൻ നടന്നത്. ഇത് സംബന്ധിച്ച് രേഖകൾ കണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. വിവാഹത്തിന് മിമിക്രി രംഗത്തെ ചിലർ സാക്ഷികളായിരുന്നെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ദിലീപ് സിനിമയിലെത്തി മഞ്ജുവുമായി പ്രണയത്തിലായപ്പോൾ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും മധ്യസ്ഥ ചർച്ചകൾ നടത്തി ഈ പെൺകുട്ടിയെ ഒഴിവാക്കുകയായിരുന്നു. 1998 ദിലീപ് മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചത്. ആദ്യ ഭാര്യ ഇപ്പോൾ വിദേശത്തെന്നാണ് പോലീസ് പറയുന്നത്. ഇവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തേക്കും. കഴിഞ്ഞ ദിവസം ദിലീപിന്റെ സഹോദരി ഭർത്താവിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു. ആദ്യ വിവാഹം സംബന്ധിച്ച് ഇയാളിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംവിധായകൻ നാദിർഷയെ വീണ്ടും ചോദ്യം ചെയ്യും. പൾസർ സുനിയുമായി നടത്തിയ സംശയകരമായ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുക. ജോർജ് പൂരം സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ചിലരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. സുരക്ഷാ ചെലവിനായി അബ്ദുൽ നാസർ മദനിയോട് 15 ലക്ഷത്തോളം രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ട കർണാടക സർക്കാരിന് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ പോകാൻ അനുമതി നൽകിയ സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാതിരിക്കാനാണോ കർണാടക സർക്കാരിന്റെ ശ്രമമെന്ന് കോടതി ചോദിച്ചു. മദനിക്കൊപ്പം പോകുന്ന ഉദ്യോഗസ്ഥരുടെ യാത്രാബത്തെയും ദിനബത്തെയും മാത്രം ഉൾപ്പെടുത്തി ന്യായമായ തുക എത്രയാണെന്ന് നാളെ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മദനി വിഷയത്തിൽ സുപ്രീംകോടതി നടത്തിയ പരാമർശം ഏറെ സ്വാഗതാർഹവും ആശ്വാസകരവുമെന്ന് PDP സംസ്ഥാന ഉപാധ്യക്ഷൻ പൂന്ത്ര സിറാജ് പറഞ്ഞു. സുപ്രീംകോടതി പരാമർശം കർണാടക ഭരണകൂടത്തിനേറ്റ കടുത്ത പ്രഹരമാണ്. സുപ്രീംകോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും പൂന്ത്ര സിറാജ് ആവശ്യപ്പെട്ടു. സുപ്രീംകോടതിയുടെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശം കർണാടക ഭരണകൂടത്തിനേറ്റ കനത്ത പ്രഹരമാണ്. കർണാടക ഭരണകൂടത്തിനേറ്റ മുഖത്തെ അടിയാണ്. അതിരൂക്ഷമായിട്ടുള്ള പരാമർശമാണ്. മാന്യതയുടെ ഒരല്പമെങ്കിലും കണിക ബാക്കിയുണ്ടെങ്കിൽ നീതിന്യായ സംവിധാനത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ സുപ്രീം കോടതിയുടെ അതിരൂക്ഷമായ പരാമർശത്തിൻ്റെ വെളിച്ചത്തിൽ തൽസ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടുന്നതാണ്. അബ്ദുൽ നാസർ മദനിയോട് ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ വൻതുക ആവശ്യപ്പെട്ടത് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അറിഞ്ഞിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തുക കുറച്ചു നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം മുഖ്യമന്ത്രിയെയും PDP ഭാരവാഹികളെയും അറിയിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു.
വാർത്തയിലേക്ക്. പ്രവാസികൾക്ക് ഇന്ത്യൻ എംബസികളിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്ന CPIM നാട്ടിൽ പകരക്കാരനെ കൊണ്ട് വോട്ട് ചെയ്യുന്ന പ്രോക്സി സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പ്രവാസി ഇന്ത്യക്കാർക്ക് നാട്ടിൽ പകരക്കാരനെ വെച്ച് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്ന തരത്തിൽ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തിന് എതിരെയായിരുന്നു യെച്ചൂരിയുടെ പ്രതികരണം. So we think this is wrong. The NRIs can come back to vote. They're most welcome. If they are not in a position to come back to vote, it's very sad and unfortunate. But they cannot be a proxy voting on their basis. And the answer to this is where there are a large number of Indians working in various parts of the world. This is a practice followed by mature democracies the world over, that there will be a polling booth in their embassies. പ്രോക്സി വോട്ട് രേഖപ്പെടുത്താൻ അനുമതി നൽകിയ തീരുമാനം സ്വാഗതാർഹമെന്ന് പ്രവാസി വോട്ടവകാശത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച ഡോക്ടർ ഷംസീർ വയലിൻ. കാലക്രമേണ പ്രവാസികൾക്ക് നേരിട്ട് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവാസികളും വോട്ട് ബാങ്ക് ആകുന്നതോടെ അവരുടെ പ്രശ്നങ്ങളും പരാതികളും വേഗം പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സ്ത്രീശക്തി പുരസ്കാരങ്ങൾ നടൻ മമ്മൂട്ടി കൊച്ചിയിൽ വിതരണം ചെയ്തു. വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച അഞ്ജു ബോബി ജോർജ്, ഗായിക സുജാത മോഹൻ, കളരി പരിശീലക മീനാക്ഷി ഗുരുക്കൾ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. വനിതകൾക്ക് മാത്രമായുള്ള വായ്പാ പദ്ധതി മമ്മൂട്ടിയും ഷീമാട്ടി CEO ബീന കണ്ണനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് CEO VG മാത്യു അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാരായ തോമസ് കെ ജോസഫ്, G ശിവകുമാർ എന്നിവർ സംസാരിച്ചു.